ഫലസ്തീനിന്റെ മലമടക്കുകളുടെ നടുത്തളത്തിൽ ഗസകെത്തിയപ്പോ ഇന്നലെ ഉമറെന്ന് പറയുന്നൊരു പെണ്ണുമോനെ നിങ്ങൾ കണ്ടില്ലയോ? ആ പെണ്ണുമോനതാ ഗസയുടെ നടുത്തളത്തിൽ 7000 ജൂതപ്പുരുഷകൾ കൊന്നൊടുക്കിയപ്പോ അതിൽ നിന്ന് ഇന്നലെ ഉമറന്നൊരു പെണ്ണുമോനിന് പിഞ്ചോമന പൈതലിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ആ പെണ്ണുമോനതാ അവൻ ഉറങ്ങിക്കിടന്ന സമയത്ത് ബോംബ് വന്ന് വീണതാണ്. അവനൊന്ന് പൊട്ടിക്കരയാൻ പോലും സമയം കിട്ടിയിട്ടില്ല. എന്നാ ഗസയുടെ പെണ്ണുമോ അവന്റെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളിൽ നിന്നവന്റെ കൈപ്പണ്ടയുണ്ടല്ലോ, ആ കൈപ്പണ്ട അവനിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൻ ഉറക്കത്തിന്റെ ഇടയിൽ ബോംബ് വന്നവന്റെ ശരീരത്തിനെ തകർത്തെറിയുമ്പോഴും അവനല്ലോ അല്ലാഹു അല്ലാഹു ഫലസ്തീനിന്റെ മക്കൾക്ക് അല്ലാഹനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ഗസയുടെ മക്കൾക്ക് അല്ലാഹനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, റിയം ബീവിയുടെ നാട്ടില് അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അവർക്ക് പഠിക്കാൻ മദ്രസയില്ല, അവർക്ക് ആണ്ടുനേർച്ച നടത്താൻ പള്ളികളില്ല, അവർക്ക് ദിക്ർ ചൊല്ലാൻ സദസ്സുകളില്ല. കത്തുകയാണ്, കത്തിയമരുകയാണ്, പതിറ്റാണ്ടുകളുടെ പീഡനത്തിലാണ് അവരുള്ളത്. ചൂതപ്പരിശുകൾ പടപടാമടിക്കുന്ന ഭൂപ്പുമായി കടന്നു ചെന്നിട്ട് കണ്ടില്ലേ ഇന്നലെ ഒരു മാതാവ്, നന്ദിവെറ്റ മാതാവ്, ഉദരത്തിൽ ഇടം കൊടുത്ത മാതാവ്, എന്റെ പൊന്നുമോന് സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുന്നതാ എന്ന് പറഞ്ഞിട്ട് ഒരു മാതാവ് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ പൈതലിനെ ആനയിച്ച് ആറുതി മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സൂര്യശോഭയുടെ മുഖക്കമലമായി നിൽക്കുന്ന ഗസയുടെ മാതാക്കളുടെ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നില്ലയോ? ആരാധനകർമ്മങ്ങൾ നടത്തോ, മുഖദ്ദസിന്റെ പൂർച്ചയാക്കപ്പെട്ട സുജൂദിന്റെ ഭവനങ്ങളില്ല, പാളയങ്ങളിലാണവർ. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ച് കത്തിച്ച് പാതിരാത്രികളിൽ വെളിച്ച് പിരിക്കാൻ അവർക്ക് മണ്ണെണ്ണയോ പെട്രോളോ കൊടുക്കുന്നില്ല. അവർക്ക് മണ്ണെണ്ണയോ പെട്രോളോ കൊടുക്കുന്നില്ല. പക്ഷേ അവരുടെ മുന്നിൽ വലിയ വലിയ ബോംബുകൾ പതിക്കുമ്പോ, അവരുടെ മുന്നിൽ വലിയ വലിയ പീരങ്കികളുമായി ഫലസ്തീനിന്റെ ഇസ്രായേലിന്റെ പട്ടാളക്കാരൻ കടന്നു കയറുമ്പോ അവരുടെ മുന്നിലേക്ക് പിഞ്ചോമന മക്കൾ ചെല്ലുന്നുണ്ട്. അവരുടെ വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അല്ലോ 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 അല്ലാഹു അക്ബർ. നമുക്കോ സംസ്കരിക്കാൻ സൗകര്യമുണ്ടോ? പള്ളിയിൽ ബാങ്കുലി മുടക്കുന്നതിന്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നമില്ല, പ്രതിസന്ധിയില്ല, ആകുലതയില്ല, വ്യാകുലതയില്ല. ജലാലത്തിന്റെ ഇസ്മ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ വലിയ നേതാവാണ്, ഞാൻ വലിയ തങ്ങളാണ്. എന്ത് കാര്യമുണ്ട്? ഫലസ്തീനിന്റെ മക്കൾ അവർക്ക് പ്രോപ്പറായി പഠിക്കാൻ, അലിഫ് ചൊല്ലി കൊടുക്കാൻ, വിജ്ഞാനത്തിന്റെ പ്രതീക്ഷകളായ പണ്ഡിത സമൂഹത്തിന്റെ മുന്നിൽ പോയിരിക്കാൻ വിദ്യാലയങ്ങളില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിഅമത്തൊക്കെ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഫലസ്തീനിന്റെ ഈ മക്കളെയാണ്, പ്രതിരോധം തീർക്കുന്ന ഈ മക്കളെയാണ് നമ്മുടെ നാട്ടിലെ കെട്ട സമൂഹത്തിന്റെ കെട്ട വാക്താക്കൾ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്. ആലോചിക്കണം. നിങ്ങൾ ഏത് കൊടിയടയാളത്തിന്റെ കീഴിലെടുത്താലും ഞാനൊരു കൊടിയടയാളത്തിന്റെയും അടിയിലുള്ള ആളല്ല. പിറന്നു വീണ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാട്ടഗാഥയിൽ പിറന്നു വീണ കാലഘട്ടം മുതൽ വെടിക്കോപ്പുകളുടെ ശബ്ദം മാത്രം കേട്ട് പ്രഭാതത്തിൽ ഉണരാൻ വിധിക്കപ്പെട്ട ഒരു ബാങ്കുലി പോലും മുടക്കുന്നതിന് ഭയപ്പാടോടെയല്ലാതെ ബാങ്കുലി മുടക്കേണ്ടി വരുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിനെ നെഞ്ചകത്തേക്ക് ഏൽപ്പിച്ചതിന്റെ പേരിൽ സ്വത്തില്ല, സമ്പത്തില്ല, കുടുംബമില്ല, മക്കളില്ല, ആരുമില്ല, തനിച്ച വലിയ വലിയ ബിൽഡിങ്ങുകളുടെ കൂട്ടിയിട്ടിരിക്കുന്ന ആ ശേഖരങ്ങളുടെ മുകളിൽ ചെന്ന് വാപ്പമാർ നിന്നിട്ട് മോളെ ഫാത്തിമ, മോളെ ആയിഷ, മോനെ അബൂബക്കറെ എന്ന് വിളിക്കാൻ ഇതിനടിയിൽ കിടന്ന് വാപ്പാ എന്നൊരു വിളി കേൾക്കുന്നുണ്ടോ? ആ ബിൽഡിങ്ങിനടിയിൽ വീണുപോയിട്ടുണ്ട്. ആ മക്കളെയാണ് തന്റെ മക്കൾക്ക് വേണ്ടി ചോര പൈതലിനെ വലത്തെ തോളിലും ഇടത്തെ തോളിലും കൈവെള്ളയിൽ ചോര പൈതലിനെയും കഴുത്തിന്റെ മുകളിൽ 2 മക്കളെയും 2 വസ്ത്രത്തിന്റെ നടുഭാഗത്ത് മറ്റു മക്കളെ അങ്ങനെ 5-6 മക്കളെ ശരീരത്തിൽ കെട്ടിവച്ചിട്ട് ഇനി ഈ മക്കൾക്ക് തീറ്റ കൊടുക്കാൻ ഉമ്മയില്ല, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, കുടുംബാദികളില്ല, അയൽവാസികളില്ല, എന്ത് ചെയ്യുമെന്നറിയാതെ പിതാക്കന്മാർ ആൺ പെൺ 5ഉം 10ഉം വയസ്സിന്റെ താഴെയുള്ള മക്കളെ ചുമന്നു കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ടാണ് ആ മക്കളെ ഭീകരവാദികൾ എന്ന് വിളിക്കപ്പെടുന്നത്. കെട്ട സമൂഹത്തിന്റെ, കെട്ട ബുദ്ധിയുടെ, കെട്ട വക്താക്കൾ. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കോട്ടയിലേക്ക് ഇടിച്ചു കയറാൻ, മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആകാശം മുട്ട നിൽക്കുന്ന കൺമതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കൺമതിന്റെ മുകളിൽ നിന്ന് അമ്പെയ്തിട്ട് സ്വഹാബത്ത് ചിതറി ഓടുമ്പോ
ഇനി രക്ഷയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ 7 ചെറുപ്പക്കാർ ചാടി വീണു. അവരുടെ തലവനായിട്ട് മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചാടി വീണിട്ട് എന്താ ചെയ്തെന്നറിയോ? ബറാ പറഞ്ഞു എന്നെ പമ്പരത്തിന്റെ മുകളിൽ വെച്ച് കെട്ടണം. ശ്രദ്ധിച്ച് കേൾക്കണം, എന്നെ പമ്പരത്തിന്റെ മുകളിൽ വെച്ച് കെട്ടണം. എന്നിട്ട് നിങ്ങൾ അമ്പെയ്യുന്നത് പോലെ കണ്ണതിന്റെ മുകളിലേക്ക് വലിച്ചെറിയണം. ഫലസ്തീനിന്റെ ഗസയുടെ മക്കൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്രയേലിന്റെ മുകളിൽ അശ്നിവാദം കണക്ക് ബലൂണിൽ കെട്ടിയിട്ട് പെയ്തിറങ്ങിയിട്ട് ചങ്കൂറ്റത്തിന്റെ വീരേതിഹാസം നിങ്ങൾ കണ്ടില്ലയോ? ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ആ പമ്പരത്തിൽ കെട്ടിയിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കോട്ടയുടെ അകത്തളങ്ങളിൽ ചെന്നങ്ങ് വീടുമ്പോ ഒറ്റയാനായി പടപൊരുതിയിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ 70,000 തുരത്തി ഓടിച്ചിട്ട് 97 വെട്ടുമായിട്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കോട്ട വലിച്ചെറിഞ്ഞിട്ട് ഇസ്ലാമിന്റെ വെന്നിക്കൊടി ഉയർത്തിപ്പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ മന്ത്രധ്വനി മുടക്കിയ ബറാ ഇബ്നു മാലിക്കിന് വെഞ്ചാമരം വീശാനുള്ള ചെറുപ്പക്കാരാണ് ഞങ്ങള്. ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി സംഘടിക്കാൻ ഈമാനുള്ളവരാരാ ഉള്ളതും? ഇബ്രാഹിമുൽ ഹാഷിമി എന്ന ചരിത്രവനിത തന്റെ മകളെ അബ്ദുൽ വാഹിദ് സയ്യിദുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് മടങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മരിച്ചോ എന്നറിഞ്ഞപ്പോ സുജൂദിൽ കിടന്നിട്ട് പടച്ചവനെ 20 വയസ്സിൽ താഴെയുള്ള എന്റെ പൊന്നുമോനുണ്ടല്ലോ, 20 വയസ്സിൽ താഴെയുള്ള എന്റെ പൊന്നുമോന് മുന്നിലേക്ക് യാത്രയായിട്ട് എന്താ പൊന്നുമോന് സ്വർഗത്തിന്റെ ഹൂറാണികളെ വിവാഹം പിടിച്ചിട്ടുണ്ടാകുമല്ലോ. എന്റെ മരുമകളെ എനിക്കൊന്ന് കാണാ, എന്നെ നീ ഇപ്പത്തന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഉടനെ തന്നെ പിടങ്ങി നീ മരിച്ചുപോയ ഒന്ന് ഇബ്രാഹിമുൽ ഹാഷിമിയെ പോലെ നല്ല ഈമാനുള്ള ഉമ്മമാരാരോ